ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു ബോണ്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ മധുരമുള്ള ബോണ്ടയെ പലയിടങ്ങളിലും ഉണ്ടംപൊരി എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരച്ച് ബെല്ലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചതച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുക. അധികം വെള്ളം ചേർക്കാണ്ട് തന്നെ മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ മെൽറ്റ് ആവുന്ന ഒരു ടൈമിൽ ഞാനൊരു റോബസ്റ്റ് പഴമാണ്, ഒരു വലിയ റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ ഞാലിപ്പൂവൻ ഒരു 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം വരെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പോവാണ്. ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കട്ടെ. ഒരു ഏലക്കായുടെ കുരു മാത്രം എടുത്തിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടി വെള്ളം മെൽറ്റ് ചെയ്യുന്ന ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ പഴമൊക്കെ ഇവിടെ നന്നായിട്ട് ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോർക്കനെ ചേർത്ത് കൊടുക്കരുത്, ചൂടാറിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഈ പഴത്തിലേക്ക് ഈ വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ 1/4 ടീസ്പൂൺ ഇല്ല, അതിൻ്റെ പകുതി ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ല, ബേക്കിംഗ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് മധുരമുള്ള പലഹാരം ഉണ്ടാക്കുമ്പോഴും അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മധുരം ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ ഫുള്ളായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആയിട്ട് എടുക്കാം. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് മൈദയായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി വേ എന്നതിലാണ് ഞാൻ ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി ഞാൻ കുറേശ്ശെയായിട്ടാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ ആണ്. അപ്പോൾ നമുക്ക് പുറത്തൊരു കുറച്ച് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു മുറുക്കം പുറത്തേക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് ഫുൾ ഗോതമ്പ് പൊടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ കണ്ടില്ലേ, നല്ല കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിക്കുമല്ല, അന്ന് നന്നായിട്ട് ലൂസും അല്ല. നമ്മളൊരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴേക്ക് വീഴും. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോവാണ്. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗമ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനൊരു 5-6 മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഗോതമ്പ് പൊടി ആയി കാരണം കുറച്ച് കൂടുതൽ നേരം ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളതൊന്ന് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ കൈയൊന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം വേണം നമ്മൾ മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ബോളാണ് എടുക്കുന്നത്. പിന്നെ ഓയിലിൽ കിടന്ന് കുറച്ചും കൂടി വലുതായി വരും. അപ്പോൾ ഈ ഒരു സൈസിൽ എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലെയിം ആണെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പുറത്ത് പെട്ടെന്ന് ക്രിസ്പി ആയി പോകും, പക്ഷെ ഉള്ളിൽ വെന്തുണ്ടാവില്ല. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഓയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊങ്ങി വരും. നമ്മൾ ഓൾറെഡി ഇതിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത കാരണം തന്നെ അത് കുറച്ചും കൂടി വലുതായി വരും. അപ്പോൾ നമ്മൾ ഇട്ട ഒരു സൈസല്ല, അതിനെക്കാട്ടും ഡബിൾ സൈസായിട്ട് തന്നെ കിട്ടും. വേണ്ടില്ലേ, കുറേശ്ശെ വലുതായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. ഈ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ ഫുള്ള് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സ്ലോവിലി ആയി വന്നാൽ മതി. എടുക്കുന്ന പാനിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാവുന്ന എണ്ണം വ്യത്യാസം വരും. എൻ്റെ ഈ ഒരു സൈസുള്ള പാനിൽ ഒരു 3 എണ്ണം ഒക്കെ ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. മുരിഞ്ഞൊടുങ്ങിയിട്ടുണ്ട് ഈ ഒരു 2 എണ്ണം. മറ്റേതൊന്നും കൂടി ആവാനുണ്ട്. ഇതൊന്നും കൂടി ആയി വരട്ടെ. ഇത് ഇപ്പോൾ ആദ്യം ഇട്ടതാണ്. അപ്പോൾ അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം.
പിന്നെ ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് ക്രിസ്പി ആയി വരും. ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ പിന്നെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് കളറും മാറും, അതുപോലെ കുറച്ചും കൂടി ക്രിസ്പിനെസ്സും വരും. അപ്പോൾ അത് കാരണം ഈ ഒരു ലെവലാകുമ്പോൾ എടുത്താൽ മതി. ഇതൊന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി ഇവിടെ നമ്മുടെ ബോണ്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഒരു 12 ബോണ്ടയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കാണാം, പുറത്ത് നല്ല ക്രിസ്പിയാണ്. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നോക്കുകയാണെങ്കിലും ആ ഒരു ക്രിസ്പിനെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ടാണ്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. കണ്ടില്ലേ, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് വെക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റാണ്, എന്നാൽ ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയ, നല്ല ക്രിസ്പി, അന്ന് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബോണ്ടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.